ഒറ്റപ്പാലം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനെതിരെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ രംഗത്ത്. ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനെതിരെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ രംഗത്ത്. ആദ്യഘട്ടത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ വിശ്വസിപ്പിക്കുകയും പിന്നീട് ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം എന്ന പേരിൽ എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാനുള്ള സ്റ്റേഡിയമാക്കി തീർക്കുകയും ചെയ്യുകയാണ് എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. രക്ഷിതാക്കൾ ഗ്രൗണ്ട് വിട്ടു നൽകുന്നതിനുള്ള അതൃപ്തി പങ്കുവച്ചു. എങ്കിലും അത് മുഖവിലക്കെടുക്കാതെ മരങ്ങൾ മുറിച്ചുമാറ്റി. തുടർ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും രക്ഷിതാക്കൾ പറയുന്നു. സ്കൂളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അവരിവിടെ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങാനെന്നാണ് ആദ്യം പറഞ്ഞത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇൻഡോർ സ്റ്റേഡിയം എന്നാണ് ആദ്യം മുതലേ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഈ സ്റ്റേഡിയം സമൂഹത്തിനായി വിട്ടുകൊടുക്കണമെന്നാണ്. ഞങ്ങൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു താല്പര്യവും അതിനില്ലെന്ന് ഞങ്ങളുടെ അഭിപ്രായം മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ ഞങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അവരതിനോട് ഒട്ടും തന്നെ യോജിക്കാതെ അവർ ട്രീ കമ്മിറ്റി കൂടാനും അവിടെ ഉള്ള 36ഓളം മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അനുമതി ഞങ്ങളിലൂടെ നേടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം ഒരു കാരണവശാലും ഭിന്നശേഷി സൗഹൃദം എന്ന വാക്കുപയോഗിച്ച് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും ഞങ്ങൾക്കത് കൊടുക്കുന്നതുകൊണ്ട് തീരെ യോജിപ്പില്ലെന്നും ഞങ്ങളിപ്പോൾ അറിയിക്കുന്നു. മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഒരു സ്ഥലം സ്റ്റേഡിയം നിർമ്മിക്കാൻ എത്രത്തോളം അനുയോജ്യമാവുമെന്ന ആശങ്കയും അതിനോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിനു സമീപം വരുന്ന ഈ സ്റ്റേഡിയം പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചും രക്ഷിതാക്കൾ ആശങ്ക പങ്കുവച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവകാശം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. അവിടെ എല്ലാ വർഷങ്ങളിലും മഴ പെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വെള്ളം കയറി സ്കൂളിലെ ക്ലാസ് നഷ്ടപ്പെടുന്ന മൂലം കുട്ടികളെ ഹോസ്റ്റലിലെ കുട്ടികളെ മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആയതിനാൽ അതൊരിക്കലും അങ്ങനെ ഒരു സ്റ്റേഡിയം തുടങ്ങാൻ ഉപയോഗിക്കാനാവുന്ന ഒരു ഇടമല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഈ പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസിൻ്റെ ആ ഭാഗത്തുള്ളതിനാൽ അവരുടെ സുരക്ഷാ ഭീഷണി മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും ഇതിന് താല്പര്യമില്ലെന്നും ഈ കുട്ടികളുടെ അവകാശത്തെ, അതായത് എല്ലാ സ്കൂളുകളിലും വിവരാവകാശ നിയമം അനുസരിച്ച് ഓരോ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 1 ഏക്കറോളം സ്ഥലം കളിസ്ഥലത്തിൽ വേണമെന്ന നിബന്ധന മുൻനിർത്തി ഈ ഭിന്നശേഷി കുട്ടികളുടെ അവകാശത്തെ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കളിസ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണമെന്ന വാദം വന്നിട്ടുള്ളത്. അതിനോട് ഒരിക്കലും ഞങ്ങൾ യോജിക്കില്ലെന്നും